ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 4th സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പ്രകാരമുള്ള സിലബസ് ആണ് ഇന്ത്യയിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജസിലും ഫോളോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും, YSRലാണെങ്കിലും, NTRലാണെങ്കിലും, MGRലാണെങ്കിലും ഒക്കെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങളെല്ലാം പഠിക്കുന്നത് ഒരേ സിലബസ് ആണ്, ഒരേ ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും, കേരള യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ റെഗുലർ പ്ലസ് സപ്ലിമെന്ററി എക്സാം ഡേറ്റ് വന്നു, അതായത് ടൈം ടേബിൾ വന്നു. ഒക്ടോബർ 7-നും 9-നുമാണ് എക്സാം. അതായത് 7-ാം തീയതി ഫാർമക്കോളജി 1 and 2, പെത്തോളജി 1 and 2, ജെനറ്റിക്സ് കമ്പൈൻഡ് ആയിട്ട് സിംഗിൾ എക്സാം 7-ാം തീയതിയും 9-ാം തീയതി അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 രണ്ടാമത്തെ എക്സാമുമാണ്. നിങ്ങൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരു അറിയിപ്പായിട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് ആകെ ഒരു മാസം തികച്ചില്ല, 28 ദിവസമാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നത്. സോ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫാർമക്കോളജി 1 and 2-ഉം പെത്തോളജി 1 and 2-ഉം ജെനറ്റിക്സും തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പേപ്പറാണ്. 75 മാർക്കിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ ഓരോ ഡ്രഗ്സും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആക്ഷനും ഫാർമക്കോ കൈനറ്റിക്സും ഫാർമക്കോ ഡൈനാമിക്സും അതിൻ്റെ സൈഡ് എഫക്ട്സും ഇൻഡിക്കേഷൻസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രിക്കോഷൻസും നഴ്സിംഗ് റോളും എല്ലാം ഉൾപ്പെടെ. അപ്പോൾ പെത്തോളജി ജെനറ്റിക്സ് നമുക്ക് ഒരുപാട് വായിക്കാനുണ്ടെങ്കിലും വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ്. കുറച്ച് സമയം കൂടുതൽ വേണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 3rd സെമ്മിൽ എക്സാം എഴുതിയിട്ടുണ്ട്. അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. പക്ഷേ ടോപ്പിക്സ് മാത്രം വ്യത്യസ്തമായിട്ട് വരുന്നു. അവിടെ കുറച്ച് സിസ്റ്റം വൈസ് ഡിസോർഡേഴ്സ് നിങ്ങൾ പഠിച്ചു, ഇവിടെ മറ്റു കുറച്ച് സിസ്റ്റം വൈസ് ഡിസോർഡേഴ്സ് പഠിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. എപ്പോഴും ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് വായിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ MCQs ക്ലിയർ ചെയ്യാൻ പറ്റത്തുമുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴ്സിന്, അതായത് നമ്മൾ ട്യൂഷൻ കൊടുത്തു വരുന്നുണ്ട് എല്ലാ സെമിസ്റ്ററിനും. 1st സെമിസ്റ്റർ മുതൽ 7th സെം വരെയുള്ള എല്ലാ സെമ്മിനും നമ്മൾ ട്യൂഷൻ കൊടുത്തു വരുന്നു. അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കറിയാം, ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ അതിൻ്റെ ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട്സും, ഒപ്പം ആ ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ MCQs ചാപ്റ്റർ വൈസ്ഡ് ആയിട്ടുള്ള MCQസിൻ്റെ മോക്ക് ടെസ്റ്റും എക്സാം അടുപ്പിച്ച് തരുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ ഒരു സബ്ജക്ട്സ് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ BSc നഴ്സിംഗിൻ്റെ ഏത് സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കുമ്പോഴുണ്ടാകുന്ന സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് കേൾക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൊടുക്കുന്ന സർവീസസ്. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് എനിക്കറിയാം എക്സാം അടുത്ത് വരുമ്പോഴാണ് പല കുട്ടികളും വാലിന് തീ പിടിച്ച് ഓടുന്നത്. ടെക്സ്റ്റ് ഇല്ല, ഏത് ടെക്സ്റ്റ് പഠിക്കണം, സിലബസ് ഏതാണ്, എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് പോലും അതുവരെയും അന്വേഷിക്കാതെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിയുമ്പോൾ ഓടി നടക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. തറവായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ 100% സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും എത്ര തവണയും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപഠിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8891127927. ഇതാണ് ഞങ്ങളുടെ ഓഫീസ് നമ്പർ. ഇതിൽ മെസ്സേജ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്, ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ
ടൈം ഇനി ഒട്ടും തന്നെ ഡിലേ ചെയ്യരുത്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അത് ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ല നിങ്ങൾക്ക് സ്വയം പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് മുതൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകുകയാണ്. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2ന്റെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൻ്റെ MCQs ആയിരുന്നു. നിങ്ങൾക്കറിയാം 75 മാർക്കിൽ 12 മാർക്ക് നിങ്ങൾക്ക് MCQ ആണ് വരുന്നത്. ആ 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത സെഷനായിട്ടുള്ള 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. പണ്ട് essay എന്ന് പറഞ്ഞാൽ 15 മാർക്കല്ല 10 മാർക്കായിരുന്നു മാക്സിമം. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ essay എന്ന് പറയുന്നത് 10 മാർക്കും പിന്നെ ഷോർട്ട് essay 5 മാർക്ക് എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരം, പുതിയ സ്കീം പ്രകാരം 15 മാർക്കിനാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ അല്ലെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ essay വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും പ്രധാനമായിട്ടുള്ള essay ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാലും ഈ essay 2 essay ഉണ്ടാകും. അത് 2 നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഇവിടെ നോക്കുക, ആദ്യത്തെ essay ചോദിച്ചിരിക്കുന്നത് ബേൺസ് റിലേറ്റഡ് ആയിട്ടാണ്. ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ബേൺസ് ഒരുപാട് തവണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അത് 10 മാർക്കിൻ്റെ essay ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിലുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ വെച്ചിട്ട് 2 മാർക്കിനും 1 മാർക്കിനും ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. സോ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഓൺ ദിസ് ടോപ്പിക്. സ്റ്റഡി വെൽ. What is burn? What are the types of burn? Why it is causing? And what are the complications? How to manage this one? Everything, each and every point of burn is very very important. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഞാൻ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിനൊപ്പം ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബേൺസ് എന്നുള്ള ഒരു സിംഗിൾ ടോപ്പിക്കിൽ നിന്ന് മാത്രം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ്, എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നിരിക്കുന്നതെന്ന്. ഇവിടെ നോക്കൂ, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മിസ്റ്റർ എക്സ് ഈസ് അഡ്മിറ്റഡ് വിത്ത് 75% ബേൺസ്. പൊള്ളൽ, 75% പൊള്ളലോടുകൂടി ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മിനിമം 6 or 7 pages, 8 pages വേണമെങ്കിലും എഴുതാം. മിനിമം ഒന്നും അറിഞ്ഞൂടാത്ത ടോപ്പിക് ആണെങ്കിൽ പോലും 6 എഴുതണം. അത്യാവശ്യം ആവറേജ് ആണെങ്കിൽ 7 എഴുതാം. നല്ല മാർക്ക് നിങ്ങൾ റാങ്ക് ലെവൽ പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ 8 പേജ് കൃത്യമായിട്ട് എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 15 മാർക്കിന് 14 മാർക്ക് ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതിൽ A പാർട്ട്, B പാർട്ട്, C പാർട്ട് എന്ന ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, A പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി നിങ്ങൾ അതിലോട്ട് ആൻസർ ചെയ്യാൻ പോകരുത്. പകരം essay ക്വസ്റ്റ്യൻസ് 10 മാർക്കിൻ്റെ essay ആയാലും 15 മാർക്കിൻ്റെ essay ആയാലും ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, essayക്ക് എപ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ടാകണം. What is burn and what are the causes? How it is leading and what is the prognosis? ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് A എന്ന് സബ് പോയിന്റ് എഴുതണം. അത് A സബ് പോയിന്റ് മാത്രം പോരാ, ക്വസ്റ്റ്യൻ മാർജിൻ കോളത്തിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ അവിടെ ഇടണം. അത് മറന്നു പോകരുത്. ചില കുട്ടികൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ സബ് പോയിന്റ്സ് മാത്രം, സബ് ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി ആൻസർ എല്ലാം കറക്റ്റായിട്ട് എഴുതും. പക്ഷേ മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുവിധമുള്ള ടീച്ചേഴ്സ് ഒന്നും മാർക്ക് തരത്തില്ല. പിന്നെ തീരെ ജയിക്കാനൊക്കെ കഷ്ടിച്ച് ജയിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മാത്രം ടീച്ചേഴ്സ് ഓക്കെ പാസ്സായി പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് മാർക്ക് തരും. അല്ലാതെ നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം അശ്രദ്ധ അവരൊരിക്കലും അംഗീകരിക്കത്തില്ല. സോ 2 എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് A എന്ന സബ് പോയിന്റ് നമ്മളവിടെ എഴുതുന്നു. ലിസ്റ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ബേൺസ്. അതിന് 2 മാർക്കാണ്. നെക്സ്റ്റ് B പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ബേൺ ഇഞ്ചുറി. അതിന് 6 മാർക്കാണ്. ബേണിൻ്റെ കോംപ്ലിക്കേഷൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പകരം നിങ്ങൾക്ക് ബേൺസ് പഠിക്കുമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതല്ലാതെ തന്നെ പഠിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ലിസ്റ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ബേൺ എന്ന് എഴുതുമ്പോൾ 1, 2, 3 എന്ന് മാത്രം എഴുതാതെ എന്താണോ ആദ്യത്തെ ബേൺ അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുക. രണ്ടാമത്തെ ബേൺ എന്താണോ അത് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. മൂന്നാമത്തെ ബേൺസ് എഴുതുക, അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ. അങ്ങനെ ഓരോ ടൈപ്സിനും ഓരോ എക്സ്പ്ലനേഷൻ കൊടുത്തെഴുതുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മാം 2 മാർക്കല്ലേ ഉള്ളൂ, 2 മാർക്കിന് അത്രയും എക്സ്പ്ലനേഷൻ വേണോ? വേണം. കാരണം ഇത് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, പകരം essay ആണ്.
സോ നിങ്ങൾക്ക് 8 പേജ് തികയ്ക്കണമെങ്കിൽ ഈ ഒരു രണ്ട് പാർട്ടും കൂടെ നിങ്ങൾ ഏകദേശം 1 പേജ്, അതായത് ഒരു ഇൻട്രൊഡക്ഷനും ഈ ലിസ്റ്റ് ഡൗണും കൂടെ ചേർത്ത് 1 പേജ് നിങ്ങൾ ഫുൾ തികയ്ക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ളത് 6 മാർക്കും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഇപ്പോൾ സെപ്പറേറ്റ് ബാക്കി ഒരു 7 പേജ്, 3 പേജും ഇവിടെ ഒരു 4 പേജുമായിട്ട് എഴുതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 പേജും 3 പേജുമായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് ഒരു ഇംപ്രഷനും കിട്ടും, യെസ് ഈ കുട്ടിക്ക് നന്നായിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് അവെയറാണ്, അറിവുണ്ട് എന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ബി എന്നുള്ള സബ് ടോപ്പിക്ക് കൊടുക്കാം. ബി എന്നുള്ള സബ് ടോപ്പിക്ക് കൊടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ബേൺ ഇഞ്ചുറി. സപ്പോസ് നിങ്ങൾ കോംപ്ലിക്കേഷന് മുന്നേ ഉള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതിയിട്ട് പിന്നെ കോംപ്ലിക്കേഷൻസ് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ ലിസ്റ്റ് ഡൗൺ മാത്രം എഴുതരുത്, ലിസ്റ്റ് ഡൗൺ ചെയ്ത് അവ ഓരോന്നും എടുത്തെഴുതി അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എക്സ്പ്ലെയിൻ ആണ് പറഞ്ഞിട്ടുള്ളത്, ലിസ്റ്റ് ഡൗൺ അല്ല. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ 6 മാർക്കിന് കണക്കാക്കി, 6 മാർക്ക് എന്ന് പറയുമ്പോൾ മിനിമം 2.5 മുതൽ 3 പേജ് അവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. എന്നാലും നിങ്ങൾക്ക് 6 മാർക്കിന് 5 മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് 3ാമത്തെ പാർട്ട്, ഡിസ്കസ് ദ എമർജൻസി മാനേജ്മെന്റ് ഓഫ് മിസ്റ്റർ എക്സ്. അതായത് 75% ബേൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിവിയർ ബേൺ, വളരെ സിവിയർ ആയിട്ടുള്ള ബേൺ ഔട്ട് കൂടിയാണ് ആ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ ഉടനെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു എമർജൻസി ആയിട്ട് എന്തൊക്കെ മാനേജ്മെൻറ്റ് കൊടുക്കണം. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, ജസ്റ്റ് പോയിന്റ് വൈസ് അല്ല, ഒരു 3-4 പേജ് കണക്കാക്കി നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെ, എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എമർജൻസി മാനേജ്മെൻറ്റ് മാത്രമല്ല, റുട്ടീൻ കാര്യങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റും ബാക്കി മറ്റു പ്രൊസീജിയേഴ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡിങ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് എഴുതുക. എപ്പോഴും ആസ് എ നേഴ്സ് നമ്മൾ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിലും നഴ്സിംഗ് മാനേജ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എന്തൊക്കെയാണ് നമ്മുടെ റോളുകൾ അതവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതി 8 പേജ്, മിനിമം 7 പേജെങ്കിലും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 13 അല്ലെങ്കിൽ 14 മാർക്ക്, 13 അല്ലെങ്കിൽ 14 മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കിട്ടും. 15 മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പല ടീച്ചേഴ്സും അത് തരാറില്ല. ഓക്കെ, അല്ല നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 15 തരാം, ചില ടീച്ചേഴ്സ് തരും, അല്ലാതെ എല്ലാവരും കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേൺസിനെ കുറിച്ച്. ഇനി നിങ്ങൾക്ക് ബേൺ എന്താണ് എന്ന് ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ബേൺസ് എന്നുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ചുരുക്കിയിട്ട് അസസ്മെൻറ്റ് ഓഫ് ബേൺ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യുന്നത്? ബേൺസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ ആദ്യം എയർവേ അസസ് ചെയ്യണം. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എയർവേ ക്ലിയർ ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ ആൻഡ് നീഡ് ഫോർ ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ അസസ് ചെയ്യണം. പേഷ്യൻ്റ് എയർവേ ക്ലിയർ ആണോ, പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, പേഷ്യൻ്റ് സർക്കുലേഷൻ പ്രോപ്പർ ആണോ, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ, എത്രത്തോളം ഭാഗങ്ങൾ എക്സ്പോഷർ ആയിട്ടുണ്ട് ബേൺസിന്, ഒരുപാട് ഫ്ലൂയിഡ് നഷ്ടപ്പെട്ട് ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ, ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആവശ്യമായിട്ടുണ്ടോ, അതുപോലെ എന്ത് കാരണമാണ് ഈ ഒരു ബേൺസ് ഉണ്ടായിരിക്കുന്നത് അതും ചെക്ക് ചെയ്യണം. അതുപോലെ അസസ് ഫോർ അസോസിയേറ്റഡ് ഇഞ്ചുറി, തന്നെ അസോസിയേറ്റഡ് ആയിട്ട് പേഷ്യൻ്റ് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിട്ടുണ്ടോ എന്നുള്ളതും അവിടെ അസസ് ചെയ്യാം. ഇതെല്ലാം അസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേഷ്യൻ്റ് അത്ര എമർജൻസി അല്ലെങ്കിൽ അടുത്ത ഹിസ്റ്ററി ടേക്കിംഗ്, അലർജി ഹിസ്റ്ററി, പാസ്റ്റ് ഇൽനെസ്സസ്, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ബട്ട് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാൻ പറ്റണമെന്നും ഇല്ല. പക്ഷേ ഇത് കണ്ടന്റ് അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എമർജൻസിയുടെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുവെങ്കിലും ഇനി അല്ലാത്ത ക്വസ്റ്റ്യൻസും വരാം. സിവിയാരിറ്റി ഓഫ് ബേൺസ് കണക്കാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അസസിങ് ബേൺ സിവിയാരിറ്റി. എത്ര പെർസെൻറ്റേജ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ, അതാണ് TBSA എന്ന് പറയുന്നത്. ടോട്ടൽ ബോഡി സർഫസ് ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ബേൺ സംഭവിച്ചു, അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സിവിയാരിറ്റി നമ്മൾ കണക്കാക്കുന്നത്. പല മെത്തേഡുകളുണ്ട് ബേൺസിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് വെലൈസ് റൂൾ ഓഫ് 9ഉം പാം മെത്തേഡും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്നുകിൽ റൂൾ ഓഫ് 9 യൂസ് ചെയ്യും, അല്ലെങ്കിൽ പാം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റൂൾ ഓഫ് 9, വെലൈസ് റൂൾ ഓഫ് 9. ഒരു അഡൽട്ടിൻ്റെയും ഒരു കുഞ്ഞിൻ്റെയും ശരീരത്തിൽ ബേൺസ് ഉണ്ടെങ്കിൽ, ഹെഡിൽ ഫേസിൽ ബേൺസ് ഉണ്ടെങ്കിൽ 9% കൊടുക്കും. ഫ്രണ്ടിൽ ചെസ്റ്റ് ട്രങ്ക് ഭാഗത്ത് ഫ്രണ്ടിൽ ബേൺസ് ഉണ്ടെങ്കിൽ 18%, ബാക്ക് സൈഡിലാണെങ്കിൽ 18%,
വലത് കയ്യിൽ ബേൺസ് ഉണ്ടെങ്കിൽ 9%, ഇടത് കയ്യിലാണെങ്കിൽ 9%, പെരീനിയൽ ഏരിയയിലാണെങ്കിൽ 1%, റൈറ്റ് ലെഗിലാണെങ്കിൽ 18%, ലെഫ്റ്റ് ലെഗിലാണെങ്കിൽ 18%. ഇത് ടോട്ടലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100% എന്ന് കിട്ടും. ഇതിൽ ഏതൊക്കെ ഭാഗത്തൊക്കെ ബേൺസ് ഉണ്ട് അത് ആഡ് ചെയ്ത് ഇവിടുത്തെ പേഷ്യൻറ്റിന് 75% ബേൺസ് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ഓരോ പേഷ്യൻറ്റും നമ്മൾ റൂൾ ഓഫ് 9. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഓൺവേർഡ് ക്വസ്റ്റ്യൻസും വരാം. ഒരു അഡൽട്ട് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നു, പേഷ്യൻ്റെ ചെസ്റ്റിൽ ബേൺസ് ഉണ്ട്, റൈറ്റ് ഹാൻഡിൽ ബേൺസ് ഉണ്ട്, പെരിനിയൽ ഏരിയയിൽ ബേൺസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എത്ര ടോട്ടൽ പെർസെൻറ്റേജ് എത്ര കൊടുക്കും? അപ്പോൾ നമ്മളവിടെ ഓരോന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് അത് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഫേസ് ആണെങ്കിൽ 18, ഫ്രണ്ട് ആണെങ്കിൽ 18, 9 റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് 9, റൈറ്റ് ലെഗ് 14, ലെഫ്റ്റ് ലെഗ് 14, പെരിനിയൽ ഏരിയ 1. ഇങ്ങനെ നമ്മൾ അവിടെയും കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ഒരു റൂള്. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ബേൺ കണക്കാക്കുന്നത്. ഇനി രണ്ടാമതുള്ളത് പാം മെത്തേഡ്. അതായത് ബേൺ ഉള്ള ഭാഗം കൈയിൻ്റെ കൈപ്പത്തി വെച്ച് നമ്മൾ ഒരു കൈപ്പത്തി ഇങ്ങനെ വെക്കാൻ പറ്റിയാൽ ഒരു പാം പ്ലസ് ഫിംഗേഴ്സ് വരികയാണെങ്കിൽ 1% എന്ന് പറയുന്നു. പേഷ്യൻറ്റിൻ്റെ പാം പ്ലസ് ഫിംഗേഴ്സിൻ്റെ അളവിനനുസരിച്ച് ബേൺസ് ഉണ്ടെങ്കിൽ 1%. അങ്ങനെ എത്ര പാം അവിടെ പ്ലേസ് ചെയ്യാനുള്ള അകലത്തിൽ അവിടെ ബേൺസ് ഉണ്ട് എന്നതിനനുസരിച്ച് നമുക്ക് അത്രയും പെർസെൻറ്റേജ് ബേൺസ് പേഷ്യൻ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ബേൺസിൻ്റെ ഇഞ്ചുറി അതിൻ്റെ ആഴമനുസരിച്ച് ബേൺസ് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഡെപ്ത് ഓഫ് ബേൺ ഇഞ്ചുറി, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി, അങ്ങനെ പലതരത്തിലുള്ള ബേൺസ് ഉണ്ട്. ഓരോ അകലത്തിന് വെച്ച് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നോക്കൂ, എപ്പിഡെർമിസ്, അത് നിങ്ങളുടെ ഇതും ഒരു ക്ലാസിഫിക്കേഷൻ ചോദിക്കാവുന്നതാണ്. അക്കോർഡിംഗ് ടു ഡിഗ്രി ഓർ ഡെപ്ത് ഓഫ് ദ ബേൺ, വാട്ട് ആർ ദ ടൈപ്സ് ഓർ ഡിഗ്രീസ് ഓഫ് ബേൺസ്, ഹൗ യു വിൽ കാൽക്കുലേറ്റ് ദ ബേൺസ് ടൈപ്സ്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രം, എപ്പിഡെർമിസിൽ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഫസ്റ്റ് ഡിഗ്രിയും, എപ്പിഡെർമിസും ഡെർമിസും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയും, എപ്പിഡെർമിസും ഡെർമിസും സബ്ക്യൂട്ടേനിയസ് ലെയറും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് ഡിഗ്രി എന്നും, ഈവൻ മസിൽസിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത്. അതും അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെ ടൈപ്പ്, സൺബേൺസ് ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ആണ്, ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സ്കാൽഡ് ആണെങ്കിൽ സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി ആണ്, അതുപോലെ ഹോട്ട്, ലിക്വിഡ്, സ്റ്റീം, ഗ്രീസ്, ഫ്ലെയിം ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ആണ്, ഫ്ലെയിം ആണ് ഡീറ്റെയിൽ സിവിയർ ഫ്ലെയിം ആണെങ്കിൽ തേർഡ് ഡിഗ്രി, അതിൽ ഫ്ലെയിം തന്നെ വളരെ സിവിയർ ആയിട്ടുള്ളതാണെങ്കിൽ ഫോർത്ത് ഡിഗ്രി, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഹീലാകാൻ എടുക്കുന്ന സമയങ്ങളുടെ ഒരു ഏകദേശ റേഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ അടുത്ത് നമ്മുടെ ബേൺസിൻ്റെ ഡെഫിനിഷനാണ്. ബേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾ എസ്സേയുടെ ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബേൺസ് is a type of injury to skin which can be caused by heat, electricity, chemicals, radiation. നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഇഞ്ചുറി, അതിൻ്റെ കാരണം ചൂടോ ഇലക്ട്രിസിറ്റിയോ കെമിക്കൽസോ റേഡിയേഷനോ ആണെങ്കിൽ അതിനെയാണ് ബേൺസ് എന്ന് പറയുന്നത്. ബേൺസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ഇഞ്ചുറി ദാറ്റ് റിസൾട്ട് ഫ്രം ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ എക്സ്പോഷർ ടു എനി തെർമൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ ഓർ റേഡിയേഷൻ സോഴ്സ്. ബേൺസിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് മീൻസ് എ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ബേൺസ് ചോദിച്ചത്. ബേൺസ് പല ടൈപ്പ് ഉണ്ട്. തെർമൽ ബേൺസ് ഉണ്ട്, കെമിക്കൽ ബേൺസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ബേൺസ് ഉണ്ട്, റേഡിയേഷൻ ബേൺസ് ഉണ്ട്, ഇൻഹലേഷൻ ബേൺസ് ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു ബേൺസിൻ്റെ പല ടൈപ്പിൽ തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡെപ്ത് അനുസരിച്ച്, സ്കിൻ ലെയർ അനുസരിച്ചിട്ടും അതിന് പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. അല്ലാതെ അതിൻ്റെ ബേൺ എക്സ്റ്റെൻസ് അനുസരിച്ച്, പെർസെൻറ്റേജ് അനുസരിച്ചും പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. തെർമൽ എന്ന് പറഞ്ഞാൽ ഫയർ കാരണം, കെമിക്കൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് കാരണം, ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കാരണം, റേഡിയേഷൻ പറഞ്ഞാൽ റേഡിയേഷൻ അടിക്കുന്ന കാരണം, ഹോട്ട് എയർ ശ്വസിച്ചത് വഴി നമുക്കുണ്ടാകുന്ന ബേൺസിനെ ഇൻഹലേഷൻ ബേൺസ് എന്നാണ് പറയുന്നത്. അതിന് ഓരോന്നിനും ഡെഫിനിഷൻ കൊടുക്കുക. ഒപ്പം നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനോടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇത് പാത്തോഫിസിയോളജി ഓഫ് ബേൺ ആണ്. ബേസ്ഡ് ഓൺ ദ ലോക്കൽ എഫക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എഫക്റ്റ് പല സോണുകളായിട്ട് നമ്മുടെ ഈ ഒരു ബേൺസിനെ തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ലോക്കൽ എഫക്റ്റിൽ നിന്ന് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സോൺ ഓഫ് കൊയാഗുലേഷൻ, സോൺ ഓഫ് സ്റ്റേസിസ്, സോൺ ഓഫ് ഹൈപ്പറീമിയ. ഇങ്ങനെ 3 രീതിയിലാണ് ലോക്കൽ എഫക്റ്റ്, ബേണിൻ്റെ തന്നെ ലോക്കൽ എഫക്റ്റിന് 3 സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഔട്ടർ പാർട്ട് സോൺ ഓഫ് ഹൈപ്പറീമിയ, മിഡിൽ പാർട്ട് സോൺ ഓഫ് സ്റ്റേസിസ്, ഇന്നർ പാർട്ട് സോൺ ഓഫ് കൊയാഗുലേഷൻ. ഇത് വെച്ചിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു എക്സാമിന്
ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ സോണുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ സോണുകൾ തന്നെയാണ് ഈ പിക്ചറിലൂടെ കൊടുത്തിട്ടുള്ളത്. ബേൺ ഇഞ്ചുറിയുടെ സോൺ ഓഫ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നർ പാർട്ട്, സോൺ ഓഫ് സ്റ്റേസിസ് എന്ന് പറയുന്നത് മിഡിൽ പാർട്ട്, സോൺ ഓഫ് ഹൈപ്പറീമിയ എന്ന് പറയുന്നത് ഔട്ടർ പാർട്ട്. നെക്സ്റ്റ് സിസ്റ്റമിക് റെസ്പോൺസസ് എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലാണ് ഒരു ബേൺസ് ഉണ്ടാകുന്നതെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സിസ്റ്റമിക് ലോക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ചൂട് തട്ടിയത് അവിടെ ഉണ്ടാകുന്ന പൊള്ളൽ, അതിനെയാണ് ലോക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സിസ്റ്റമിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ബേൺസ് ഉണ്ടായാലും അത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും, മെറ്റബോളിക് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും, ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവരും, തെർമോ റെഗുലേറ്ററി ചേഞ്ചസ് കൊണ്ടുവരും. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്? മയോകാർഡിയൽ കൺട്രാക്റ്റിബിലിറ്റി റെഡ്യൂസ് ചെയ്യും, കാപ്പിലറി പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ പെരിഫറൽ ആൻഡ് സ്പ്ലാഞ്ചിക് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. ഇമ്മ്യൂണോളജിക്കൽ ആണെങ്കിൽ റെഡ്യൂസ്ഡ് ഇമ്മ്യൂൺ റെസ്പോൺസും, മെറ്റബോളിക് ആണെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് അതായത് BMR റേറ്റ് ഇൻക്രീസ് 3 മടങ്ങ് കൂടുന്നതായിട്ടും, അതുപോലെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകുന്നതായിട്ടും, റെസ്പിറേറ്ററി ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതായത് പുറമെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ആണ് ഒരു ബേൺ ഉണ്ടായതെങ്കിലും നമ്മുടെ ഹാർട്ടിനെയും നമ്മുടെ ലങ്സിനെയും നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയെയും ഇമ്മ്യൂണിറ്റി പവറിനെയും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷനെയും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. അവ ഓരോന്നും നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ബേൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ആസ് യൂഷ്വൽ എല്ലാ കണ്ടീഷൻസിലും ഉള്ളതുപോലെ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ലാബ് ടെസ്റ്റുകളുണ്ട്. ബേണിൻ്റെ സിവിയാരിറ്റി നമ്മൾ അസസ് ചെയ്യുന്നു പല രീതിയിൽ, പല മെത്തേഡുകൾ ഉപയോഗിച്ച്, റൂൾ ഓഫ് 9 ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പാം മെത്തേഡ് ഉപയോഗിച്ചിട്ടോ അതിൻ്റെ സിവിയാരിറ്റി കണക്കാക്കാം. അതിൽ തന്നെ മൈനർ ബേൺസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ 5% കുറവോ അഡൽട്ടിൽ 10% കുറവാണെങ്കിൽ മൈനർ ബേൺസ് എന്നും, അഡൽട്ടിൽ 10 മുതൽ 20 വരെ മോഡറേറ്റ് എന്നും, ചിൽഡ്രനിൽ 5 to 10 5 മുതൽ 10 വരെ ആണെങ്കിൽ മോഡറേറ്റ് എന്നും, സിവിയർ ആണെങ്കിൽ അഡൽട്ടിൽ 20% കൂടുതലാണെങ്കിൽ സിവിയർ എന്നും, കുട്ടികളിൽ 10% കൂടുതലാണെങ്കിൽ സിവിയർ ബേൺസ് എന്നാണ് പറയുന്നത്. അത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനിയാണ് മാനേജ്മെൻറ്റ്. ബേൺ കെയറിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എമർജൻസി മാനേജ്മെൻറ്റ്, അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ഓർ റെസിസ്റ്റേറ്റീവ് ഫേസ്. ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടനെയുള്ള എമർജൻസി റെസിസ്റ്റേറ്റീവ് ഫേസ്, എമർജൻസി മാനേജ്മെൻറ്റ്. രണ്ടാമതുള്ളത് ഇൻ്റർമീഡിയറ്റ് ഫേസ് ഉണ്ട്, മൂന്നാമത് റീഹാബിലിറ്റേറ്റീവ് ഫേസ് ഉണ്ട്. ഇങ്ങനെ 3 ഫേസുകളായിട്ടാണ് മാനേജ്മെൻറ്റ് ബേൺ കെയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എമർജൻറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രം ഓൺസെറ്റ് ഓഫ് ഇഞ്ചുറി ടു കംപ്ലീഷൻ ഓഫ് ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ. ആ ബേൺ ഇഞ്ചുറി ഉണ്ടാകുന്ന ആ സ്ഥലത്ത് നിന്നുള്ള ഫസ്റ്റ് എയ്ഡിൽ തുടങ്ങി പേഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ടാകും. ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നത് വരെയുള്ള മാനേജ്മെൻറ്റ്. അവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫസ്റ്റ് എയ്ഡ്, ഷോക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യുക, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒന്നും വരാതെ പേഷ്യൻറ്റിനെ സേവ് ചെയ്യുക. രണ്ടാമത് അക്യൂട്ട് ഫേസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡയൂറസിസ്, ഫ്രം ബിഗിനിങ് ഓഫ് ഡയൂറസിസ് ടു നിയർ കംപ്ലീഷൻ ഓഫ് വൂണ്ട് ക്ലോഷർ വരെയാണ് ഇൻ്റർമീഡിയറ്റ് ഫേസ്. അവിടെ നമ്മൾ വൂണ്ട് അസസ്മെൻറ്റും ഇനിഷ്യൽ കെയറും വൂണ്ട് ക്ലോഷറും പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻസും ഒക്കെയാണ് രണ്ടാമത്തെ ഫേസ്. ഇനി മൂന്നാമത് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മേജർ വൂണ്ട് ക്ലോഷർ മുതൽ ഓപ്റ്റിമൽ ആ ഒരു വ്യക്തിയുടെ സൈക്കോ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റും ഫിസിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഓപ്റ്റിമൽ ലെവലിൽ എത്തുന്നത് വരെ ആണ് നമ്മുടെ റീഹാബിലിറ്റേഷൻ ഫേസ്. കംപ്ലീറ്റ്ലി സ്കാർ പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രാക്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യുക, റീഹാബിലിറ്റേഷൻ, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, ഒക്യുപ്പേഷണൽ റീഹാബിലിറ്റേഷൻ, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, കോസ്മെറ്റിക് റീകൺസ്ട്രക്ഷൻസ്, അതുപോലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് റീഹാബിലിറ്റേഷൻ ഫേസിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതും ഡീറ്റെയിൽ ആയിട്ട് എഴുതാവുന്നത്. ഇമീഡിയറ്റ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈനർ ബേൺസ് ട്രീറ്റ് ചെയ്യുക, എയർവേ മോണിറ്റർ ചെയ്യുക, ബ്രീത്തിങ് മോണിറ്റർ ചെയ്യുക, പെയിൻ റെഡ്യൂസ് ചെയ്യുക, പ്രിവെൻറ്റ് ആസ്പിറേഷൻ, പെയിൻ മിനിമൈസ് ചെയ്ത്, ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്ത്, ഹൈപ്പോവോളീമിക് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യുക. എന്താണ് ഹൈപ്പോവോളീമിക് ഷോക്ക്? ഫ്ലൂയിഡ് ശരീരത്തിൽ വളരെയധികം കുറഞ്ഞ് ഷോക്ക് ഉണ്ടാകുന്നതിനെ ഹൈപ്പോവോളീമിക് ഷോക്ക് എന്ന് പറയുന്നത്, അത് തടയുക. ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് നടത്തി അത് തടയുക. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഫ്ലൂയിഡിൻ്റെ കാൽക്കുലേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കണക്കാക്കുക. 4 ml ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ബേൺ ഇൻറ്റു വെയിറ്റ് കണക്കാക്കി അതിൻ്റെ ഹാഫ് 8 hours അടുത്ത ഹാഫ് അടുത്ത 16 hours 16 hours ആയിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ്
റീപ്ലേസ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂയിഡ് കാൽക്കുലേഷൻ. ഇതിൻ്റെ രണ്ടാമത്തെ ഫേസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രിവെൻറ്റിംഗ് ഇൻഫെക്ഷൻ, മിനിമൈസിങ് പെയിൻ, പ്രൊവൈഡ് വൂണ്ട് കെയർ, മാക്സിമൈസ് ഫങ്ഷൻസ്, പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്, പ്രൊവൈഡ് ന്യൂട്രീഷണൽ സപ്പോർട്ട്. അതിനനുസരിച്ച് നെക്സ്റ്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ലോസ് മിനിമൈസ് ചെയ്യുക, വേണ്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, സ്കാർ പ്രിവെൻറ്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, അപ്പിയറൻസ് ചേഞ്ചും ഫങ്ഷൻസും ഒക്കെ കൊണ്ടുവരിക. ഇനി മൂന്നാമത്തെ പാട്ട്, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോംപ്ലിക്കേഷൻ ഓഫ് ബേൺ. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ? ബേൺസിൻ്റെ ഫലമായിട്ട് സെപ്സിസ് ഉണ്ടാകാം, ഫസ്റ്റ് കോംപ്ലിക്കേഷൻ. റെസ്പിറേറ്ററി ഫെയിലുവർ, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലുവർ ഉണ്ടാകാം, അക്യൂട്ട് റീനൽ ഫെയിലുവർ ഉണ്ടാകാം, സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാകാം, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഉണ്ടാകാം, കർലിംഗ് അൾസേഴ്സ് ഉണ്ടാകാം. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേൺസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമല്ല, ഈ ഓരോ ബേൺസും നിങ്ങളത് വിശദീകരിക്കുക. എന്താണ് സെപ്സിസ്, എങ്ങനെയാണ് ബേൺസിൽ സെപ്സിസ് ഉണ്ടാകുന്നത്, നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, അത് ട്രീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം. അതുപോലെ റെസ്പിറേറ്ററി ഫെയിലുവർ, അത് എന്താണ്, എങ്ങനെ ഉണ്ടാകുന്നു, നമുക്ക് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓരോ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഓരോ പാരഗ്രാഫിൽ വിശദീകരിച്ച് എഴുതുക തന്നെ വേണം. ഒപ്പം നിങ്ങളുടെ നഴ്സിംഗ് മാനേജ്മെൻറ്റും കൂടെ ആഡ് ചെയ്താൽ ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഇത്രയും കണ്ടന്റ് മതി, വിശദീകരിച്ച് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. യു വിൽ ഗെറ്റ് 13 or 14 മാർക്സ് ഔട്ട് ഓഫ് 15. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഈ രീതിയിലാണ് എസ്സേ എഴുതാൻ. അത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേണ്. ഇപ്രാവശ്യം 15 മാർക്കിന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം 15 മാർക്ക് ചോദിക്കത്തില്ല എന്നില്ല, ചോദിക്കാം. അല്ല എങ്കിൽ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാം, ഇല്ല എങ്കിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് 5 മാർക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും വന്നില്ല എങ്കിൽ 2 മാർക്കിന് 1 മാർക്കിനെങ്കിലും ഒരു ബേണിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻസ് ബേൺസിനുണ്ട്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ എസ്സേ 15 മാർക്കിൻ്റെ എസ്സേ ആണ്. മിനിയേഴ്സ് ഡിസീസ് ഏത് സിസ്റ്റത്തിൽ വരുന്നതാണ്? ENTയിൽ വരുന്നതാണ്, ഇയറിൽ വരുന്നതാണ് അല്ലേ. ഇയറിൽ വരുന്ന ഡിസീസാണ് മിനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ 3 പാർട്ട് ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഫൈൻ മിനിയേഴ്സ് ഡിസീസ്, എക്സ്പ്ലെയിൻ ദ പത്തോഫിസിയോളജി ഓഫ് മിനിയേഴ്സ് ഡിസീസ്, ഡിസ്കസ് ദ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് നഴ്സിംഗ് കെയർ ഫോർ പേഷ്യൻറ്റ് വിത്ത് മിനിയേഴ്സ് ഡിസീസ്. ഡെഫിനിഷന് 2 മാർക്കാണ്. സോ 2 മാർക്കല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരു സെന്റൻസിൽ മിനിയേഴ്സ് ഡിസീസ് എന്ന് എഴുതിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാകും. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ദറ്റ് ഇസ് നോട്ട് ഇനഫ് ബിക്കോസ് ഇറ്റ് ഇസ് എൻ എസ്സേ ക്വസ്റ്റ്യൻ, ദാറ്റ് ഓൾസോ 15 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ. സോ മാർക്ക് കൺസിഡർ ചെയ്ത് തന്നെ നിങ്ങളവിടെ ആൻസർ എഴുതണം. അവിടെ 2 മാർക്ക് എന്നുള്ളതല്ല, 15 മാർക്കിൻ്റെ എസ്സേ ആയതുകൊണ്ട് യു ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ റിലേറ്റഡ് ടു ഇയർ ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇയർ and what are abnormalities happening in the ear. Everything you explain 3-4 sentences explain cheyuga. After that you put a sub question, and third question while you starting you put a third number and put a sub question number A. Write definition of Meniere's disease, explain it, define cheyuga. And next പറഞ്ഞിരിക്കുന്നത് explain the pathophysiology of Meniere's disease ആണ്. There you can start with the causes. What are the causes of Meniere's disease? 5 മാർക്കിന് പത്തോഫിസിയോളജി ചോദിച്ചുവെങ്കിൽ ഡയറക്ട്ലി പത്തോഫിസിയോളജി അല്ല, ആദ്യം നിങ്ങൾ അതിൻ്റെ കോസസ്, ഇറ്റിയോളജി ഓഫ് Meniere's ഡിസീസ് ആൻഡ് നെക്സ്റ്റ് പത്തോഫിസിയോളജി, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഇത്രയും എഴുതി മാത്രമേ നിങ്ങൾക്ക് അവിടെ 5 മാർക്കിന് 2-3 പേജ് നിങ്ങൾക്ക് അവിടെ എഴുതി തികയ്ക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും ജസ്റ്റ് ഒരു മറ്റെന്തെങ്കിലും പോയിന്റും കൂടെ എഴുതി, അല്ലെങ്കിൽ ഇറ്റിയോളജി നിങ്ങൾക്ക് അവിടെ ചേർത്ത് എഴുതി ആ ഒരു പേജ് തികയ്ക്കാം. എന്നിട്ട് ബി പാർട്ട് എന്ന് എഴുതിയിട്ട് പത്തോഫിസിയോളജി വരുന്നിടത്ത് ഇറ്റിയോളജി തൊട്ട് മുന്നേ എഴുതിയില്ല എങ്കിൽ ഇവിടെ എഴുതാം ഇറ്റിയോളജി, അത് കഴിഞ്ഞ് പത്തോഫിസിയോളജി എഴുതുക, അത് കഴിഞ്ഞ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്, ലിസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ ബി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ തീരും. അത് കഴിഞ്ഞ് സി പാർട്ട് മാനേജ്മെൻറ്റ്, എല്ലാ തരത്തിലുള്ള മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും, മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും, സർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. എല്ലാ മാനേജ്മെൻറ്റും 1 by 1 ആയിട്ട് വിശദീകരിച്ച് എഴുതുക. Meniere's ഡിസീസിൻ്റെ പേഷ്യൻറ്റ് നഴ്സിംഗ് കെയർ ഉൾപ്പെടെ. അവിടെ നഴ്സിംഗ് കെയർ 15 മാർക്കിന് ചോദിച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് കെയർ പ്ലാൻ വരച്ച് കോളത്തിൽ എഴുതാം, അത്രത്തോളം സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ജസ്റ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് നഴ്സിംഗ് ഡയഗ്നോസിസുകൾ ഏതൊക്കെയാണെന്ന് ഒരു 5 നഴ്സിംഗ് ഡയഗ്നോസിസ് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ആ 5 നഴ്സിംഗ് ഡയഗ്നോസിസിനുള്ള ഒരു 5-6 നഴ്സിംഗ് ഇൻ്റർവെൻഷൻ വീതം, ഓരോ നഴ്സിംഗ് ഡയഗ്നോസിസിനും 5-6 നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് വീതം നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 15 മാർക്കിന് 14 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും.
ഈ രീതിയിലാണ് മിനിയസ് ഡിസീസ് ആൻസർ ചെയ്യേണ്ടത്, ഏതൊരു എസ്സേയും ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, മിനിയസ് ഡിസീസ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് കണ്ടന്റ് പറയുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളുമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല, ഇഷ്ടമുള്ളവർക്ക്, ഞങ്ങൾ ആരെയും ക്യാൻവാസ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ, നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോഴാണ് നിങ്ങൾ സിലബസ് പോലും തപ്പുന്നതെന്ന് എനിക്കറിയാം. സിലബസ്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട്സ് ഇതൊക്കെ തപ്പിപ്പോകേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കണ്ടന്റ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ തരും. പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ നിങ്ങൾക്ക് ബാക്കി വരുന്നുള്ളൂ. ഓക്കെ. മിനിയസ് ഡിസീസ് ഈസ് ആൻ അബ്നോർമൽ ഇന്നർ ഇയർ ഫ്ലൂയിഡ് ബാലൻസ്. അതായത് നമ്മുടെ ചെവിക്കുള്ളിൽ ഇന്നർ ഇയറിലും മിഡിൽ ഇയർ ഉണ്ട്, എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, ഇന്നർ ഇയർ ഉണ്ട്. ഇതിൽ ഇന്നർ ഇയറിൽ എൻഡോലിംഫാറ്റിക് സാക്കിനുള്ളിൽ അവിടെ മാൾ അബ്സോർഷൻ സംഭവിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഫ്ലൂയിഡ് ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് മിനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ക്രോണിക് ഡിസീസ് ഇൻവോൾവ്സ് ഇന്നർ ഇയർ, കോസസ് 3 സിംറ്റംസ്, ട്രയാഡ് ഓഫ് സിംറ്റംസ് ഓഫ് മിനിയസ് ഡിസീസ്. പ്രധാനമായിട്ടും മിനിയസ് ഡിസീസിൻ്റെ 3 സിംറ്റംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വെർട്ടിഗോ, സെക്കൻഡ് വൺ ഹിയറിംഗ് ലോസ്, തേർഡ് വൺ ടിനിറ്റസ്. ഈ 3 സിംറ്റംസുമാണ് മിനിയസ് ഡിസീസ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നത്. ഇതും ഒരു ഇയറിൽ മാത്രമല്ല 2 ഇയറിലും കോമൺ ആയിട്ട് ഉണ്ടാകാറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോസസ്, എക്സാക്ട് കോസ് ഒരിക്കലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും അതിൻ്റെ ഫാക്ടേഴ്സ്, ആ ഒരു ഫ്ലൂയിഡിൻ്റെ അബ്സോർഷനെ പ്രോപ്പർ ആക്കാത്ത അല്ലെങ്കിൽ അബ്നോർമൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് എൻഡോലിംഫ് അവിടെ കളക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ, ഇംപ്രോപ്പർ ഫ്ലൂയിഡ് ഡ്രെയിനേജ്, എനി ബ്ലോക്കേജ്, എനി അനാട്ടമിക് അബ്നോർമാലിറ്റി, അബ്നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ജനറ്റിക് പ്രീഡിസ്പൊസിഷൻസ്, ഇതെല്ലാമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നെക്സ്റ്റ് അതിൻ്റെ പെത്തോഫിസിയോളജി. ഡ്യൂ ടു ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, എനി ഒബ്സ്ട്രക്ഷൻ ഓഫ് എൻഡോലിംഫാറ്റിക് ഡക്ട് ഓർ സാക്ക്, ഇറ്റ് ലീഡ്സ് ടു ഓൾട്രേഷൻ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് അബ്സോർഷൻ ഓഫ് എൻഡോലിംഫ്, ഡിസ്റ്റൻഷൻ ഓഫ് എൻഡോലിംഫാറ്റിക് സാക്ക്, increased pressure and rupture of inner membrane. It will lead to clinical manifestation like vertigo, tinnitus and hearing loss. That is, patient is developing Meniere's disease. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി ജസ്റ്റ് ഇത് തന്നെ സെൻറ്റൻസ് വൈസ് ആയിട്ട് ഒന്ന് പാരഗ്രാഫായിട്ടും കൂടെ ചേർത്ത് എഴുതാം. അപ്പോൾ പേഷ്യൻ്റ് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇത് കൂടാതെ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സഡൻ അറ്റാക്ക്, ഒരു പെയിൻ ഉണ്ടാകുന്നു, ഫീൽസ് ലൈക്ക് റൂം തന്നെ സ്പിൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു അപ്പിയറൻസ്. ഒരു 10 മിനിറ്റ്സ് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ സെവറൽ അവേഴ്സ് വരെ പേഷ്യൻ്റ് ഇതുണ്ടാകാം. പിന്നെ ഡിസിനസ്, ടിനിറ്റസ്, ലോസ് ഓഫ് ഹിയറിംഗ് ഒക്കെ ഉണ്ടാകാം, ഹെഡേക്ക് ഉണ്ടാകാം, നോസിയ, വോമിറ്റിംഗ്, ഇൻകോർഡിനേഷൻ, സഡൻ മോഷൻ പ്രോബ്ലംസ്, ഇറിറ്റബിലിറ്റി, പേഴ്സണാലിറ്റി ചേഞ്ചസ്, മൾട്ടിപ്പിൾ അറ്റാക്സ്, ടിനിറ്റസ്, അതുപോലെയുള്ള പ്രോബ്ലംസ് അവിടെ പേഷ്യൻറ്റിന് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പല സ്റ്റേജസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിക്കാം. പിന്നെ അസസ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അസസ്മെൻറ്റ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്, ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, ഓഡിയോഗ്രാം, ഇലക്ട്രോനിസ്റ്റാഗ്നോഗ്രാം, വീഡിയോ നിസ്റ്റാഗ്നോഗ്രഫി, പോസ്റ്ററോഗ്രഫി, ഇതുപോലെ പല ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്കത് ഡയഗ്നോസ് ചെയ്യാം. ഇനി സപ്പോസ് പേഷ്യൻറ്റിന് മീനിയസ് ഡിസീസ് ഉണ്ടെങ്കിൽ എന്ത് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് എഴുതണം. ആൻറ്റി ഹിസ്റ്റമിൻസ്, ട്രാങ്കുലൈസേഴ്സ്, ആൻറ്റി എമിറ്റിക്സ്, ഡയൂറിറ്റിക് തെറാപ്പി, വാസോ ഡയലറ്റേഴ്സ്, ഈ തരത്തിലുള്ള എല്ലാ ഡ്രഗ്സും നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. പേഷ്യൻ്റ് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നു, കേൾവി കുറവുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുന്നു, പോസിറ്റീവ് പ്രഷർ തെറാപ്പി പേഷ്യൻറ്റിന് കൊടുക്കുന്നു. എല്ലാം പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സർജറി നടത്തി, ലാബ്രിന്തക്ടമി നടത്തി പേഷ്യൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റു സപ്പോർട്ടീവ് തെറാപ്പികളും പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതുന്നു. നഴ്സിംഗ് ഡയഗ്നോസിസ്, ഓരോ നഴ്സിംഗ് ഡയഗ്നോസിസുള്ള 5 ഇൻ്റർവെൻഷൻസും കൂടി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. You know, while evaluating the invigilator, they will be coming to know. You know complete detail about Meniere's disease. Students knows the complete details about the Meniere's disease. നിങ്ങൾ ജസ്റ്റ് ഡെഫിനിഷന് ജസ്റ്റ് പാത്തോഫിസിയോളജിക്ക് ഒരു പാരഗ്രാഫ് എഴുതി വെച്ചാൽ ആരെങ്കിലും 14 മാർക്ക് തരുമോ? ഇല്ല. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി അതിൻ്റെ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഉൾപ്പെടെ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫുൾ മാർക്ക് കിട്ടും. ഈ രീതിയിൽ 2 എസ്സേ,
അതും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ആ എസ് എ ഫോക്കസ് ചെയ്യുമ്പോൾ എസ് എ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ആ ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ MCQ ലോങ് എസ്സേയും കഴിഞ്ഞാൽ അടുത്ത സെഷൻ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 25 മാർക്കിനായിട്ട് നമുക്കിപ്പോൾ എത്ര മാർക്കായി? 12 മാർക്കിൻ്റെ MCQ ഉണ്ടായിരുന്നു, 30 മാർക്കിൻ്റെ 2 എസ്സേ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് 25 മാർക്കിന് 5 എസ്സേ ആണ്, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട്സ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്റ്റീവ് ഇറേഴ്സ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വീണ്ടും 2 മാർക്കിനും കൂടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് 7 മാർക്കിന് സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്റ്റീവ് ഇറേഴ്സ്. ഐ ഡിസോർഡേഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന പ്രോബ്ലംസ് ആണിത്. കണ്ണിൻ്റെ ഐ ലെൻസിലെ റിഫ്രാക്ഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണം ഉണ്ടാകുന്ന ഡിസീസസ്. പലതരത്തിലുള്ള റിഫ്രാക്റ്റീവ് ഇറേഴ്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും 2 മാർക്കിനോ 1 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഫസ്റ്റ് വൺ മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്. ഹൈപ്പർ മെട്രോപ്പിയ, ലോങ് സൈറ്റഡ്നെസ്. തേർഡ് വൺ ആസ്റ്റിഗ്മാറ്റിസം. അങ്ങനെ പല ടൈപ്പ് വരുന്നത് റിഫ്രാക്റ്റീവ് ഇറേഴ്സ്. നോർമലി എങ്ങനെയാണ് ഇമേജസ് കറക്റ്റായിട്ട് റെറ്റിനയിൽ പതിക്കും നോർമൽ വിഷൻ സാധ്യമാകാൻ. എന്നാൽ മയോപ്പിയ, നിയർ സൈറ്റഡ്നെസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ ഇമേജ് കറക്റ്റ് നമ്മുടെ റെറ്റിനയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് പതിക്കുന്നത്, റെറ്റിനയിൽ പതിക്കുന്നില്ല. അത് നിയർ സൈറ്റഡ്നെസ്സും. ഇനി ഹൈപ്പറോപ്പിയ എന്ന് പറഞ്ഞാൽ ഫാർ സൈറ്റഡ്നെസ്, അതായത് ഇമേജ് വന്ന് റെറ്റിനയുടെ പിന്നിലാണ് പതിക്കുന്നത്, അത് ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നു. മയോപ്പിയ, അതിൻ്റെ മെക്കാനിസം എന്താണ്, ഇറ്റിയോളജി എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്. നിയർ സൈറ്റഡ്നെസ് എന്ന് പറയുക വേറൊരു പേര്. അതിൻ്റെ ഡയഗ്നോസിസ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചും ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചും നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മയോപ്പിയ ഇറ്റ്സ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ റേഡിക്കൽ കെരട്ടോട്ടമി വെച്ച് ഷാലോ ഇൻസിഷൻ കോർണിയയിൽ ഉണ്ടാക്കി അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മയോപ്പിയ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മയോപ്പിയ നിയർ സൈറ്റഡ്നെസ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതുപോലെ ഹൈപ്പറോപ്പിയ, ഫാർ സൈറ്റഡ്നെസ്. ഓബ്ജക്ട് ഫോക്കസസ് ബിഹൈൻഡ് ദ റെറ്റിന, ഏബിൾ ഓൺലി ഫാർ ഓബ്ജക്റ്റ്. ദൂരെയുള്ള വസ്തുക്കൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല. അത് ഫാർ സൈറ്റഡ്നെസ്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡയഗ്നോസിസ്, ഇതെല്ലാം ഡയഗ്നോസിസ് സെയിം തന്നെയാണ്. മയോപ്പിയ കറക്റ്റ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് കൊണ്ടാണെങ്കിൽ ഹൈപ്പറോപ്പിയ കറക്റ്റ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് കൊണ്ടാണ്. സോ അതും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ആസ്റ്റിഗ്മാറ്റിസം, അബ്നോർമൽ ഷേപ്ഡ് കോർണിയ, എഗ് ഷേപ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്പെറിക്കൽ. സ്പെറിക്കലിന് പകരം ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള കോർണിയ, അതാണ് ഈ ഒരു പ്രോബ്ലംസിന് കാരണം ആസ്റ്റിഗ്മാറ്റിസം. അതുപോലെ അതിൻ്റെ കാരണം എന്താണ്, പിന്നെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രസ്ബയോപ്പിയ, അടുത്തൊരു റിഫ്രാക്ടറി ഇറർ ആണ്. അത് എന്തുകൊണ്ടാണ്, ഓൾഡ് ഏജ് ആവുമ്പോൾ റിജിഡിറ്റി ഓഫ് ദ ലെൻസ് കാരണം അൺഏബിൾ ടു ഫോക്കസ് ദ ലൈറ്റ്, അതാണ് പ്രസ്ബയോപ്പിയ. അതിൻ്റെ സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്. ലെൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, ഒരു ലെൻസ് മാറ്റി അടുത്ത് വേറൊരു ലെൻസ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രസ്ബയോപ്പിയയുടെ ട്രീറ്റ്മെൻറ്റ്. ഇത് ഇത്രയും എഴുതി മാത്രം നിർത്തിയാൽ പോരാ. മയോപ്പിയ, ഹൈപ്പറോപ്പിയ, അതുപോലെ ആസ്റ്റിഗ്മാറ്റിസം, പ്രസ്ബയോപ്പിയ, ഇത് 4ഉം എഴുതി അതിനുശേഷം ഇതിനൊരു നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോമൺ ആയിട്ട് ഐ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട നഴ്സിംഗ് മാനേജ്മെൻറ്റ് നമ്മളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിന് നിങ്ങൾക്ക് 5 മാർക്കും കിട്ടാം, ഇല്ലെങ്കിൽ 4.5 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇത്രയും കണ്ടീഷൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ 5 മാർക്ക് ഈസി അല്ലേ ആ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ എക്സാം. എനിക്ക് തോന്നിയത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പോലും നമുക്കതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്ത ക്വസ്റ്റ്യൻസ് നിന്ന് പുറത്തായിട്ട് ഒരു ക്വസ്റ്റ്യനും ആ എക്സാമിന് ചോദിച്ചിട്ട് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും ഇത് ഞാൻ ഒന്നുകൂടി എന്നെടുത്ത് പറയുകയാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. HIV ഇമ്മ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സിനകത്ത് നമ്മൾ HIV അല്ലെങ്കിൽ എയ്ഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ HIV ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എയ്ഡ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ പ്രോഗ്രാമാണ്. നിങ്ങൾ അത്രത്തോളം വിശദീകരിച്ച് എഴുതിയില്ലെങ്കിലും 5 മാർക്കിന് കണക്കാക്കി 3 പേജ് വിശദീകരിച്ച് എഴുതണം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്, അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം ഡീറ്റെയിൽ നിങ്ങൾ പോകേണ്ട, ചുരുക്കി എഴുതിയാൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ 1992 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. പ്രൈമറി ഒബ്ജക്റ്റീവ് ടു കൺട്രോൾ എപ്പിഡമിക്സ് ഇൻ
ഇന്ത്യയിലെ HIV-യുടെ എപ്പിഡമിക്സ് കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ 1992 സ്റ്റാർട്ട് ചെയ്തു. അത് ആദ്യമായിട്ട് HIV ഇൻഫെക്ഷൻ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് കേസ് ഡിറ്റക്ട് ചെയ്യുന്നത് 1986 മീഡിയം ടേം പ്ലാൻ ലോഞ്ച് ചെയ്തത് 1990 അതുപോലെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഫേസ് 1 ലോഞ്ച് ചെയ്തത് 1992 അത് ഫേസ് 2 വരുന്നത് 1999 കൺട്രോൾ പോളിസി നാഷണൽ ബ്ലഡ് പോളിസി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് 2002 ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 2004 നാഷണൽ കൗൺസിൽ ഓൺ എയ്ഡ്സ് അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ വരുന്നത് 2006 അത് കഴിഞ്ഞിട്ട് 2007 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഫേസ് 3 ലോഞ്ച് ചെയ്തു. അടുത്ത നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 4th ഫേസ് 2012 സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓരോ ഫേസും അതിൻ്റെ ഒബ്ജക്റ്റീവും സ്ട്രാറ്റജീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അതിൻ്റെ നേട്ടം എത്രത്തോളം ഫേസ് 1 എത്രത്തോളം നേട്ടം ഉണ്ടായി, ഫേസ് 2ൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അവിടെ എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്തു, അതിൻ്റെ നേട്ടം എന്താണ്, ഫേസ് 3 എന്താണ്, അതിൻ്റെ നേട്ടം എന്താണ്, കമ്പോണൻസ് എന്തൊക്കെയാണ്, ബ്ലഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺട്രോൾ ഓഫ് STDയുടെ ആവശ്യം എന്താണ്, കോണ്ടം പ്രൊമോഷൻ എന്തിനായിരുന്നു, എങ്ങനെയാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് HIV ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്തത്, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എന്തായിരുന്നു, സ്കൂൾ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ആ പ്രാധാന്യം, ഫാമിലി ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിന്, HIV സർവൈലൻസ്, അതിനെക്കുറിച്ച് ടെസ്റ്റിംഗ് സെൻറ്ററിനെ കുറിച്ചും സപ്പോർട്ടുകളെക്കുറിച്ചും, ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗോൾ എന്താണ്, അതിന് കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, ഫേസ് 3യുടെ ഒബ്ജക്റ്റീവ്സ് സ്ട്രാറ്റജീസ് അച്ചീവ്മെൻറ്റ്, ഫേസ് 4ൻ്റെ ഒബ്ജക്റ്റീവ്സ് കീ സ്ട്രാറ്റജീസ് ആക്ടിവിറ്റീസ്, പിന്നെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് 4th കീ പ്രയോറിറ്റീസ്, അടുത്ത 2017 മുതൽ 2024 വരെയുള്ള നാഷണൽ സ്ട്രാറ്റജിക് പ്ലാന് ടാർഗറ്റ് എന്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നോട്ട് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് കുട്ടികൾക്ക്, ട്യൂഷനിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഓൾറെഡി ക്ലാസ്സും എടുത്ത് തന്നതാണ്, ജസ്റ്റ് ഒന്ന് ചുരുക്കി ഇത്രത്തോളം എല്ലാം ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു 3 പേജ് കണക്കാക്കി എന്താണ് എയ്ഡ്സ്, എങ്ങനെ പടരുന്നു, എങ്ങനെ നമുക്ക് തടയാം, അതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 4 ഫേസുകൾ നിങ്ങളവിടെ വിശദീകരിച്ച് എഴുതുക. 5 മാർക്കിന് ധാരാളം, ചുരുക്കി എഴുതിയാൽ മതിയാകും. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ് റീനൽ ഡിസോർഡേഴ്സിൽ വരുന്ന, കിഡ്നി ഡിസോർഡേഴ്സിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? അവിടെയും 3 സിംറ്റംസ് നെഫ്രോട്ടിക് സിൻഡ്രോമത്തിൽ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് പ്രോട്ടീനൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, ഹൈപ്പർ ലിപ്പിഡീമിയ. യൂറിനിൽ പ്രോട്ടീൻ്റെ പ്രസൻസ്, എക്സസീവ് പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ, പ്രോട്ടീനൂറിയ. ബ്ലഡിൽ ആൽബുമിൻ്റെ അളവ് കുറയുന്നു, ഹൈപ്പോ ആൽബുമിനീമിയ. ബ്ലഡിൽ ലിപ്പിഡിൻ്റെ അളവ് കൂടുന്നു, ഹൈപ്പർ ലിപ്പിഡീമിയ. ഈ 3 കണ്ടീഷൻസ് വരുന്ന ഡിസീസാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഇതിന് കാരണം എന്ന് പറയുന്നത് ഗ്ലോമറുലാർ കാപ്പിലറി മെംബ്രെയിൻ പെർമിയബിലിറ്റി ഇൻക്രീസ് ആകുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം അനുസരിച്ച് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഹിസ്റ്റോളജിക്കൽ അനുസരിച്ച് മിനിമൽ ചേഞ്ച്, ഫോക്കൽ സെഗ്മെൻറ്റൽ ഗ്ലോമറുലോസ്ക്ലിറോസിസ്, മെംബ്രെയിനസ് നെഫ്രോപ്പതി, മെംബ്രെയിനസ് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രോസ്ക്ലിറോസിസ്, അങ്ങനെ പല ടൈപ്പായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ഇറ്റിയോളജികൾ മെംബ്രെയിനസ് നെഫ്രോപ്പതി, ഹെപ്പറ്റൈറ്റിസ് ബി, ഷോഗ്രൻസ് സിൻഡ്രോം, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റസ്, ഡയബറ്റീസ് മെലിറ്റസ്, സാർക്കോയിഡോസിസ്, സിഫിലിസ്, ഡ്രഗ്സ്, ക്യാൻസർ, ഇതെല്ലാം പലതരത്തിലുള്ള കാരണങ്ങൾ. ഇത് മാത്രമല്ല, അതുപോലെ ഫോക്കൽ സെഗ്മെൻറ്റൽ ഗ്ലോമറുലോസ്ക്ലിറോസിസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി നെഫ്രോസ്ക്ലിറോസിസ്, HIV, ഡയബറ്റീസ് മെലിറ്റസ്, ഒബീസിറ്റി, കിഡ്നി ലോസ്, പിന്നെ മിനിമൽ ചേഞ്ച് ഡിസീസ് ആണെങ്കിൽ ഡ്രഗ്സും മാലിഗ്നൻസിയും ഹോഡ്കിൻസ് ലിംഫോമയൊക്കെയാണ് ഇതിനുള്ള കാരണം. പിന്നെ അതിൻ്റെ പാത്തോഫിസിയോളജി, ഡാമേജ്ഡ് ഗ്ലോമറുലാർ കാപ്പിലറി മെംബ്രെയിൻ, പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ നഷ്ടപ്പെടുന്നു, അത് ലിപ്പോ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകുകയും ഹൈപ്പർ ലിപ്പിഡിമിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഹൈപ്പോ ആൽബുമിനീമിയ, ബ്ലഡിൽ ആൽബുമിൻ്റെ അളവ് കുറഞ്ഞ് ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞ് ശരീരത്ത് എഡിമ ഉണ്ടാകും, ജനറലൈസ്ഡ് എഡിമ ഉണ്ടാകുന്നു. റെനിൻ ആൻജിയോടെൻസിൻ നമ്മുടെ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നു, സോഡിയം അധികമായിട്ട് റിട്ടൻഷൻ ചെയ്യുന്നു, എഡിമ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ്
നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ പാത്തോഫിസിയോളജി, അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, പിറ്റിംഗ് എഡിമ ഉണ്ടാകുന്നു, പെരിയോ ഓർബിറ്റൽ എഡിമ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ മറ്റ് സിംറ്റംസ് എല്ലാം എക്സിബിറ്റ് ഇറിറ്റബിലിറ്റി, ഹെഡ് ഏക്ക്, മെലൈസ്, ഇതുപോലെയുള്ള സിംറ്റംസ്. നെക്സ്റ്റ് നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ഡയഗ്നോസ്റ്റിക് വാലുവേഷൻസ്, യൂറിൻ ടെസ്റ്റ് ചെയ്യുക, യൂറിൻ പ്രോട്ടീൻ 24 hours അസസ് ചെയ്യുക, ഇലക്ട്രോഫോറസിസ് പ്രോട്ടീൻ ചെക്ക് ചെയ്യുക, ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ് നടത്തുക, നീഡിൽ ബയോപ്സി നടത്തുക, സീറം കെമിസ്ട്രി, ബ്ലഡിൻ്റെ കെമിസ്ട്രി ചെക്ക് ചെയ്യുക. പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാകാം? ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, ത്രോംബോ എംബോളിസം ഉണ്ടാകാം, പൾമൺറി എംബോള ഉണ്ടാകാം, ഹൈപ്പോവൊളീമിയ ഉണ്ടാകാം, എതിരോസ്ക്ലറോസിസ്, ഹൈപ്പർ റെപ്പിലിഡ്മിയ കാണണം, എതിരോസ്ക്ലറോസിസം ഡെവലപ്പ് ചെയ്യാം. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കോസിനനുസരിച്ചിട്ടാണ് മാനേജ്മെൻറ്റ്. പിന്നെ ഫ്ലൂയിഡ്, എക്സസ് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഡയൂററ്റിക് സോഴ്സ് കൊടുത്ത് നമുക്ക് ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യാം. ഇമ്മ്യൂണോ സപ്രസൻസ് ഏജൻസ് കൊടുക്കാം, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുക്കാം, സോഡിയം ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ചെയ്യാം, സോൾട്ട് പുവർ ആൽബുമിൻ കൊടുക്കാം, ഇൻഫ്യൂഷൻ, പിന്നെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം, ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഡയറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യും. ഇവിടെ നഴ്സിംഗ് മാനേജ്മെൻറ്റും അതുപോലെ ഡീറ്റെയിൽ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഈച്ച് ആൻഡ് എവറി കണ്ടീഷൻ. ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുക, ഇൻടേക്ക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യുക, സെൻട്രൽ വീനസ് പ്രഷർ മോണിറ്റർ ചെയ്യുക, വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുക, ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക, ഹാർട്ട് റേറ്റ്, ഹൈപ്പോവൊളീമിയ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുക, ബ്ലഡ് യൂറിയ, നൈട്രജൻ, ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക, RFT ചെക്ക് ചെയ്യുക, IV ആൽബുമിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഡയൂറോടെക്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക, ബെഡ് റെസ്റ്റ് കൊടുക്കുക, ത്രോംബോ എംബോളിക് കോംപ്ലിക്കേഷൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാം. അപ്പോൾ ഇതെല്ലാമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള സമയമില്ല. നമുക്ക് ഇനിയും പുതിയ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യണം. കോഴ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ കോഴ്സിൻ്റെ ഗ്രൂപ്പിനകത്ത് ഞാൻ നിങ്ങളുടെ ഒരു 10 വർഷത്തെയുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട മോക്ക് ടെസ്റ്റും 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് 1 by 1 ആയിട്ട് ഇതിനൊപ്പം തന്നെ പാരലലി പഠിക്കുന്നതിനൊപ്പം തന്നെ പഠിച്ച് അതും കൂടെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ 5 മാർക്ക് ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എമർജൻസി മാനേജ്മെൻറ്റ്. നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഡിസാസ്റ്റർ നഴ്സിങ്ങിനും പ്രിൻസിപ്പിൾസ് ഉണ്ട്, എമർജൻസി മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇവിടെ 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് മാത്രം ലിസ്റ്റ് ഡൗൺ ചെയ്യാതെ മതി. ഈ 12 പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഒന്ന് എമർജൻസി, അത് ഞാൻ ജസ്റ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ നോട്ടില്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, കാണാതെ പഠിക്കുക. അല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് പഠിച്ചാലും മതിയാവും. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഒരു എമർജൻസി പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ നഴ്സിംഗ് കെയറിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഏറ്റവും ഫസ്റ്റ് വൺ പാറ്റൻറ്റ് എയർവേ തന്നെയാണ്, പ്രൊവൈഡ് അഡിക്വേറ്റ് വെന്റിലേഷൻ. രണ്ടാമത് വരുന്നത് കാർഡിയക് ഔട്ട്പുട്ട് റിസ്റ്റോർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഷോക്ക് വരാതെ ട്രീറ്റ് ചെയ്യുക, സർക്കുലേഷൻ റിസ്റ്റോർ ചെയ്യുക. അതുപോലെ കാർഡിയക് ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക. അതുപോലെ മോട്ടോർ സ്കിൽസും പാപ്പുലറി സൈസും റിയാക്ടിവിറ്റിയും ചെക്ക് ചെയ്യുക. റാപ്പിഡ് ഇനിഷ്യൽ ഓൺഗോയിങ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുക. ആ പേഷ്യൻ്റ് എല്ലാ കമൻറ്റുകളും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. കാർഡിയക് മോണിറ്ററിങ് സ്റ്റാർട്ട് ചെയ്യുക. സ്പ്ലിൻ്റ് അപ്പിയർ ചെയ്യണം എന്നുള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്യുക. വൂണ്ടെല്ലാം ക്ലീൻ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം സിഗ്നിഫിക്കൻസ് നോക്കുക. എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് എമർജൻസി മാനേജ്മെൻറ്റ്. വിശദീകരിച്ച് ഞാനിവിടെ ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊന്ന് നിങ്ങൾ സെൻറ്റൻസ് വൈസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. 5 മാർക്കിന് മതി. ഇത്രയും 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് തന്നെ അവിടെ എഴുതുക. ഓക്കെ, ലാസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതുവരെ പറഞ്ഞ 4 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 5 മാർക്കിന് അതുപോലെ 5 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. 4 അല്ലെങ്കിൽ 5 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ക്രാനിയൽ നെർവ്സ്. എന്താണ് ക്രാനിയൽ നെർവ്സ്? ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 12 പെയർ നെർവുകളാണ് ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. ഈ 12 നെർവും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന വിധത്തിനെയാണ് അസസ്മെൻറ്റ് ഓഫ് ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ആദ്യം എന്താണ് ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അതിനുശേഷം ഓരോ നെർവിൻ്റെയും അവിടെ അസസ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ അബ്നോർമാലിറ്റി എന്താണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇവിടെ ഞാനൊരു ഷോർട്ട് നോട്ട് കാണിക്കുന്നുണ്ട്. ക്രാനിയൽ നെർവ് എക്സാമിനേഷൻ 12 നെർവും ഇതാണ്: ഓൾഫാക്ടറി നെർവ്, ഓപ്റ്റിക് നെർവ്, ഒക്കുലോമോട്ടോർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ, അബ്ഡസൻസ്, ഫേഷ്യൽ, വെസ്റ്റിബുലോ കോക്ലിയർ, ഗ്ലോസോഫാരിഞ്ചൽ, വാഗസ്, സ്പൈനൽ ആക്സസറി,
ആൻഡ് ഹൈപ്പോഗ്ലോസൽ. ആക്സസറി എന്ന് പറയാറുണ്ട്, സ്പൈനൽ ആക്സസറി എന്ന് പറയാറുണ്ട്. ഹൈപ്പോഗ്ലോസൽ 12 നെർവ്. ഇനി ഇതിൽ ഓരോന്നും ചിലത് സെൻസറി ആണ്, ചിലത് മോട്ടോറാണ്, ചിലത് രണ്ടും സെൻസറിയും മോട്ടോറും ഫംഗ്ഷൻ ഉള്ളതുണ്ട്. ഓൾഫാക്ടറി, ഓപ്റ്റിക്കും വെസ്റ്റിബുലോ കോക്ലിയറും വന്നിട്ട് അവിടെ സെൻസറിയും, പ്യുവർ മോട്ടോർ എന്ന് പറയുന്നത് ഒക്ലോ മോട്ടോറും അതുപോലെ ട്രൊക്ലിയാറും അബ്ഡസെൻസും ആക്സസറിയും ഹൈപ്പോഗ്ലോസലും. മിക്സ്ഡ് എന്ന് പറയുന്നത് ട്രൈജെമിനൽ, ഫേഷ്യൽ, വാഗസ്, ഗ്ലോസോഫാരിഞ്ചൽ. ഇതുപോലെ പഠിക്കുന്ന കൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് പഠിക്കാൻ നിങ്ങൾക്ക് കോഡ് വെച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കോഡ് പഠിക്കാം. സം മണി മാറ്റേഴ്സ് ബട്ട് മൈ ബ്രദർ സേസ് ബിഗ് ബ്രെയിൻ മാറ്റേഴ്സ് മോസ്റ്റ്. സം മണി മാറ്റേഴ്സ് ബട്ട് മൈ ബ്രദർ സേസ് ബിഗ് ബ്രെയിൻ മാറ്റേഴ്സ് മോസ്റ്റ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡറിൽ ക്രാനിയൽ നെർവ്സ് അറിയാമെങ്കിൽ ഫസ്റ്റ് വൺ എസ് മീൻസ് സെൻസറി, എം മീൻസ് മോട്ടോർ, എം മീൻസ് മോട്ടോർ, ബി മീൻസ് ബോത്ത്, എം മീൻസ് മോട്ടോർ, ബി മീൻസ് ബോത്ത്, എസ് മീൻസ് സെൻസറി, ബോത്ത്, മോട്ടോർ, മോട്ടോർ. ഇങ്ങനെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് അല്ലാതെ പഠിക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതെന്തായാലും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇനി ഓരോ നെർവും ഫങ്ഷൻ, ഓൾഫാക്ടറി നെർവ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അത് അസസ് ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്. ഒക്ലൂഡ് ദ വിഷൻ ഓഫ് ദ ടെസ്റ്റ് ആൻഡ് സെൻസ് ദ സ്മെൽ. ഈച്ച് സൈഡ്, ഓരോ സൈഡിൽ നമ്മൾ നോൺ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കോഫി, ലെമൺ, അസറ്റഫെഡ ഇതുപോലെയുള്ള സ്മെല്ലുകൾ, പരിചിതമായിട്ടുള്ള സ്മെല്ലുകൾ അവരെ കൊണ്ട് സ്മെല്ല് ചെയ്യിപ്പിക്കുക. അതിലൂടെ നമുക്ക് ഓൾഫാക്ടറി നെർവ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അബ്നോർമാലിറ്റി, അനോസ്മിയ, സ്മെല്ല് തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഓരോ നെർവ് സീൻ ഇൻ കോമൺ കോൾഡ് ഉള്ളവർക്കും അനോസ്മിയ കാണാറുണ്ട്. സൈനസൈറ്റിസ്, സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി, ക്രിബിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ബോൺ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ അനോസ്മിയ കാണാറുണ്ട്. രണ്ടാമത് ഒപ്റ്റിക് നെർവ്, അതിൻ്റെ ഫംഗ്ഷൻ എന്ത് ടെസ്റ്റ് ചെയ്യുന്നു, വിഷ്വൽ അക്യൂട്ടി ടെസ്റ്റ് ചെയ്യുന്നു, ഫാർ വിഷൻ ടെസ്റ്റ് ചെയ്യുന്നു, സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നു. ഓരോ കണ്ണും പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യുന്നു. മയോപ്പിയോ, നിയർ വിഷനോ, നിയർ സൈറ്റഡ്നെസ്സോ, ഫാർ സൈറ്റഡ്നെസ്സോ, പ്രസ്ബയോപ്പിയോ, ബ്ലൈൻഡ്നെസ്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെയും വിഷ്വൽ ഫീൽഡ് ടെസ്റ്റും കൺഫ്രണ്ടേഷൻ ടെസ്റ്റും ഒക്കെ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കവിടെ വിശദീകരിച്ച് എഴുതാം. നെക്സ്റ്റ് ഒപ്റ്റിക്കും ഒക്കുലോമോട്ടോറും രണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂപ്പിലറി റിഫ്ലക്സ് ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ അബ്നോർമാലിറ്റി അനിസോകോറിയ, അൺഈക്വൽ പീപ്പിൾസ് ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഇത് ഓരോന്നും അനിസോകോറിയ, അൺഈക്വൽ പീപ്പിൾസ് ഇവിടെ കണ്ടോ, ഒന്ന് ചെറുതായിട്ട് കാണുന്നു, ഒന്ന് വലുതായിട്ട് കാണുന്നു. അതിനെയാണ് അനിസോകോറിയ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ നെർവ്സിൻ്റെ അസസ്മെൻറ്റ്. അപ്പോൾ ഞാനിതിവിടെ എല്ലാം പറയുന്നില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റ്, ക്രാനിയൽ നെർവ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അത് എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു, എവിടെ ജോയിൻ ചെയ്യുന്നു, അതിൻ്റെ അബ്നോർമാലിറ്റി എന്തൊക്കെയാണ്, എങ്ങനെ നമ്മളത് അസസ് ചെയ്യുന്നു, ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എൻ്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ആണ്. 2 ഗീവ് റീസണോ അല്ലെങ്കിൽ 2 ലിസ്റ്റ് ഡൗണോ, 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഏത് രീതിയിലും ചോദിക്കാം. 2 ഗീവ് റീസൺ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള റീസൺ നമ്മൾ 2 മാർക്കിന് കൊടുക്കുക. 2 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മിനിമം ഒരു പേജിൻ്റെ ഹാഫ് പേജ് എങ്കിലും നിങ്ങൾ എഴുതണം. പറ്റിയാൽ ഒരു പേജ് ഫുൾ എഴുതാം സമയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഹാഫ് പേജ് എങ്കിലും നിങ്ങൾ എഴുതിയാലേ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോഫ്റ്റ് ബ്രിസ്റ്റിൽഡ് ടൂത്ത് ബ്രഷ് ഈസ് അഡ്വൈസ്ഡ് ഫോർ പേഷ്യൻസ് അണ്ടർഗോയിങ് കീമോതെറാപ്പി. ഇവിടെ ആർക്കാണ് കീമോതെറാപ്പി കൊടുക്കുന്നത്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് അല്ലേ. ക്യാൻസർ ഉള്ള പേഷ്യൻസിൻ്റെ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അങ്ങനെ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽഡ് ആയിട്ടുള്ള ബ്രഷ് വേണം, ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നോൺ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് വേണം പല്ല് തേക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇതാണ്. അതായത് ഈ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഡ്രൈ മൗത്തും വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റവും മ്യൂക്കോസൈറ്റിസ്, മൗത്ത് സോറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓറൽ കെയർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ റഫായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ ഗംസും ഓറൽ മ്യൂക്കസൊക്കെ വീണ്ടും കൂടുതൽ മുറിയാനും അത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആകാനും ചാൻസ് ഉണ്ട്. സോ അവിടെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് നോൺ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിച്ച് 2-3 തവണ നമുക്ക് പതുക്കെ ബ്രഷ് ചെയ്യുക, ജെൻ്റലി ബ്രഷ് ചെയ്യുക. അതും സോഫ്റ്റ് ആൻഡ് ചെയ്യാൻ വാം വാട്ടർ ഉപയോഗിച്ച് കഴുകാം. അതുപോലെ നോൺ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് 2 മാർക്കിന്? CD4+ സെൽ കൗണ്ട്സ്
ആർ മോണിറ്റേർഡ് ഇൻ പേഷ്യൻസ് വിത്ത് HIV ഇൻഫെക്ഷൻ. ഇമ്മ്യൂണോളജിക്കൽ ഡിസോർഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസോർഡറാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ്. അവിടെ CD4 സെൽ കൗണ്ട്സ് എന്തിനാണ് മോണിറ്റർ ചെയ്യുന്നത്? ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഓഫ് എയ്ഡ്സ് ആൻഡ് HIV ഇൻഫെക്ഷൻ. അതായത് ഈ പേഴ്സൺസ് വിത്ത് HIV പോസിറ്റീവ് HIV സീറോളജി പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ CD4 ലിംഫോസൈറ്റ് കൗണ്ട് ബിലോ 200 സെല്ലായിരിക്കും. അത് 14% താഴെയാണെങ്കിൽ അവിടെ നമ്മൾ അവരെന്ത് കണക്കാക്കുന്നു? എയ്ഡ്സ് ഉണ്ട് എന്ന് കൺഫേം ചെയ്തു. സോ ഇറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഓർ കൺഫർമേറ്റീവ് ടെസ്റ്റ് ഫോർ എയ്ഡ്സ്. സോ ഇഫ് ഇറ്റ് ഈസ് ബിലോ 2000 ഇറ്റ് ഈസ് പോസിറ്റീവ് HIV സീറോളജി എന്നും, if it is less than 14% then it is considered that person is considered as a AIDS patient. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയും. പിന്നെ മറ്റൊന്ന് സിസ്റ്റം ട്യൂമർ. മയോപ്പി എന്ന് പറഞ്ഞാൽ നിയർ സൈറ്റഡ്നെസ്സും, അതായത് അടുത്തുള്ള വസ്തുക്കൾ മാത്രം കാണാൻ പറ്റുന്നു, ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ല. ഹൈപ്പർമെട്രോപ്പി എന്ന് പറഞ്ഞാൽ ഫാർ സൈറ്റഡ്നെസ്സും, ദൂരെയുള്ളത് കാണാൻ പറ്റുന്നു, അടുത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല. അവ കറക്റ്റ് ചെയ്യുന്ന ലെൻസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മയോപ്പിയ നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം. ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചും സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. നെക്സ്റ്റ് സിസ്റ്റം ട്യൂമർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു ലംബ് പോലെ, ഒരു ബൾജിങ് പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. പക്ഷേ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഫില്ല് ചെയ്തിരുന്നത് ഫ്ലൂയിഡോ എയർ ഫിൽഡോ അല്ലെങ്കിൽ പസ്സോ ആയിരിക്കും. എന്നാൽ ട്യൂമർ എന്ന് പറയുന്നത് സോളിഡ് മാസാണ്, കട്ടിയുള്ള ടിഷ്യൂ ആണ് അവിടെ കാണപ്പെടുന്നത്. നോർമൽ സെല്ല് കൺട്രോളായിട്ട് വളർന്ന സെല്ലുകളാണ് അവിടെ കാണപ്പെടുന്നത്, ആണ് ട്യൂമർ എന്ന് പറയുന്നത്. യൂഷ്വലി സിസ്റ്റ് ബിനൈനും നോൺ ക്യാൻസറസും ആണ്, അവിടെ വലിയ ക്യാൻസറസ് ആയിട്ടൊന്നും വരാറില്ല. ട്യൂമർ ആണെങ്കിൽ യൂഷ്വലി ബിനൈനും ആകാം, ചിലപ്പോൾ അത് മാലിഗ്നൻറ്റും ആകാം, മറ്റു ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള മാലിഗ്നൻറ്റും ആകാം. സോ ഇതാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ വ്യത്യാസം. സോ ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി 2 ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MCQ 12 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇത് നമ്മൾ 2 SIയും 5 5 മാർക്ക് ക്വസ്റ്റ്യൻസും 4 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇപ്പോൾ ഞാനിവിടെ പെട്ടെന്നാണ് പറഞ്ഞത്, എന്നാൽ പോലും പെട്ടെന്നെടുത്ത ക്ലാസ്സുകളിൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് വായിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കേണ്ട, ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്തുകൊള്ളുക. നമ്മുടെ ഓഫീസ് നമ്പർ 8891127927. ഓക്കെ, ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോ വിളിച്ചോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ ചെറിയൊരു ഫീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. എത്ര തവണ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ്, നോട്ട്സ്, മോക്ക് ടെസ്റ്റ് ഡെഫിനറ്റ്ലി ഞാൻ തരുന്ന ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും. അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് തരുന്നത്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ ഞങ്ങളിവിടെ റെഡിയാണ്. നിങ്ങൾ പഠിക്കാൻ മാത്രം തയ്യാറല്ലേ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ചുരുങ്ങിയ സമയം നന്നായിട്ട് പഠിക്കുക. KUHSകാർ മാത്രമല്ല, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മറ്റ് ഏത് യൂണിവേഴ്സിറ്റിക്കാരായാലും നിങ്ങളുടെ എക്സാമും നിയറാണ്. നെക്സ്റ്റ് മന്തുകളിൽ നിങ്ങളുടെ എക്സാമും ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നുമില്ല, 1 മാസം കൂടുതൽ കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പോൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതി എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതിയാകും നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടെ പാസ്സാകാൻ വേണ്ടി. എത്രയും പെട്ടെന്ന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി നന്നായിട്ട് 2-3 തവണ റിവൈസ് ചെയ്യാനുള്ള സമയം കൂടി ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.